ഹലോ. അപ്പോൾ ഞാൻ സിമ്പിൾ മേക്കപ്പ് ലുക്ക് ചെയ്തതിൽ ഒരു കുട്ടി എന്നോട് ചോദിച്ചു ടീനേജേഴ്സിൻ്റെ മേക്കപ്പ് ലുക്ക് ഒന്ന് ചെയ്യുമെന്ന്, സിമ്പിൾ മേക്കപ്പ് ലുക്ക്. അപ്പോൾ ഞാനൊരു ടീനേജർ അല്ലാത്തത് കൊണ്ട്, പിന്നെ ഇപ്പോഴത്തെ ടീനേജേഴ്സിന് അറിയാത്തതായിട്ട് ഒന്നുമില്ല. പിന്നെ എൻ്റെ ഈ ഒരു മീഡിയം സ്കിന്ന് വെച്ചിട്ട്, പിന്നെ അവരുടെ സ്കിന്നെന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ തുടുത്ത് നിൽക്കുന്ന ഒരു സ്കിന്നാണ്. നമ്മുടെ സ്കിന്ന് പോലെ ഒന്നല്ല. നമ്മൾ കുറേ വർഷങ്ങളായ സ്കിന്നായതുകൊണ്ടും പിന്നെ കുറേ വെയിലും ഇതൊക്കെ കൊണ്ട് ആകെ ഡാമേജ് ആയ സ്കിന്ന് വീണ്ടും സ്കിൻ കെയർ ചെയ്തത് പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അവരുടെ സ്കിന്നെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്കിന്നായിരിക്കും. പിന്നെ ഞാൻ എൻ്റെ മീഡിയം സ്കിന്ന് ഉള്ളവർക്ക് ഞാൻ ചെയ്തിരുന്ന എൻ്റെ ഒരു ടീനേജറിൽ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതിൽ ഞാൻ ഉപയോഗിക്കാത്ത കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ അതൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ആദ്യം ഞാൻ ടോണർ എടുക്കുന്നുണ്ട്. ഇത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ ടോണറാണ്. ഇത് ടീനേജേഴ്സിനും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇതിന് പകരം റോസ് വാട്ടർ ആയാലും മതി കേട്ടോ. അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ റോസ് വാട്ടർ ഒരു സ്പ്രേ കുപ്പിയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്ത് കാണിച്ചിരുന്നത് കേട്ടോ. ഇത് നമുക്ക് ടീനേജേഴ്സിന് ഉപയോഗിക്കാം. വായ തുറക്കാണ്ട് അടിക്കുക കേട്ടോ. നമ്മൾ അതിലേക്ക് വായയ്ക്ക് പോകും. എന്നിട്ട് നല്ലപോലെ അബ്സോർബ് ആവട്ടെ കേട്ടോ. ടീനേജേഴ്സിന് അങ്ങനെ സെറൊന്നും യൂസ് ചെയ്യേണ്ട. അവരുടെ സ്കിന്നൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. നമ്മൾ വീട്ടിലുള്ള എന്താ പറയുക ഹോം റെമഡീസ് ചെയ്യുക ഫസ്റ്റ്. പിന്നെ നമുക്ക് സെറൊക്കെ യൂസ് ചെയ്യേണ്ട അവസ്ഥ വന്നെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. പിന്നെ അതാ നമ്മൾ പോൺസിൻ്റെയാണ് എടുക്കുന്നത്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, ടീനേജേഴ്സിന് പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ. ഞാൻ പണ്ട് മുതലേ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ്. പിന്നെ ലാക്മിയുടെ പീച്ച് മിൽക്കും നല്ലതാണ് കേട്ടോ. ഇനി മമ്മാർത്തിൻ്റെയും നല്ലതാണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. മമ്മാർത്തിൻ്റെ ചെറുതൊക്കെ കിട്ടും. പക്ഷേ അതിൽ ക്വാണ്ടിറ്റി ഉണ്ട് മക്കളെ. നമ്മൾ മമ്മാർത്തിൻ്റെ റേറ്റ് നോക്കണ്ട, ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതിൽ. ക്രീം നമ്മളത് കഴുത്തിലും അതുപോലെ തന്നെ നമ്മുടെ ചെവിയിലും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ ഇതേ ലോട്ടസിൻ്റെ എൻ്റെ കഴിഞ്ഞു. ലോട്ടസിൻ്റെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റേറ്റ് കുറവിന് കിട്ടും. പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ ആണ്. ഇത് നല്ലതാണ് കേട്ടോ. ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർ മെലൻ്റെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇതിൽ ക്വാണ്ടിറ്റി കുറച്ച് അധികം ഉണ്ട്. പക്ഷേ 400 രൂപയുണ്ട്. ലോട്ടസിൻ്റെ 200 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അതാണ്. അത് നല്ലതാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഒരു ജെൽ കൺസിസ്റ്റൻസിയിലുള്ളതാണ്. ഇത് ഇങ്ങനത്തെ ഒരു പാല് പോലെ, ക്രീമല്ല കേട്ടോ, ഒരു പാല് പോലത്തെ ഒരു എന്താ പറയുക സൺസ്ക്രീനാണ്. നല്ല സുഖമാണ് ഇത് കിട്ടുമ്പോൾ. ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ നമുക്ക് കിട്ടുക. വാട്ടർ മെലൻ്റെ ഇതിനേക്കാളും അടിപൊളിയാണ്. കഴുത്തിലൊക്കെ നമ്മൾ ഇടുക. ഇങ്ങനെ മുടിയൊക്കെ കാരണമാണ് കേട്ടോ. എന്തായാലും ടീനേജേഴ്സ് ലുക്കൊക്കെ ചെയ്യില്ല. മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തള്ളച്ചി ലുക്കാവും. അതുകൊണ്ടാണ് കേട്ടോ. ഇത് സ്കിൻ കെയർ ആണ്. നമ്മൾ മെയിനായിട്ട് ടീനേജേഴ്സ് ചെയ്യേണ്ട കാര്യം സ്കിൻ കെയർ ആണ് കേട്ടോ. മേക്കപ്പിനേക്കാൾ അപ്പുറമായിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുക. പലരും മേക്കപ്പൊക്കെ ചെയ്ത് പോകുന്നവരുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ടീനേജേഴ്സ് ആയതുകൊണ്ട് തന്നെ കിടന്നുറങ്ങും. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്യുക, ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭാവിയിലേക്ക് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവില്ല കേട്ടോ. പിന്നെ ഇതാ BB ക്രീമാണ് എടുത്തിട്ടുള്ളത്. പോൺസിൻ്റെ ആണ് കേട്ടോ. CC ക്രീം നമുക്ക് വേണമെങ്കിൽ എടുക്കാം. CC ക്രീം ഇത് കുറച്ചും കൂടി ലൈറ്റ് കവറേജ് ആണ്. എന്താ പറയുക, ലൈറ്റായിട്ട് തോന്നും ചെയ്യും. പിന്നെ ഇത് എന്താ പറയുക മീഡിയം സ്കിന്നിനും ചേരുന്നതാണ് കേട്ടോ ഈ ഒരു BB ക്രീം. പിന്നെ എന്താ അതിൽ പറയാനുള്ളത്, ഇത് നമുക്കൊരു ഫൗണ്ടേഷൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ലുക്ക് തരില്ലെങ്കിലും ഒന്ന് ഗ്ലോ ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. CC ക്രീമിനേക്കാൾ എനിക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു BB ക്രീമാണ് കേട്ടോ. CC ക്രീം നല്ലത് തന്നെയാണ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫൗണ്ടേഷൻ ഇട്ട് കൂട്ടിയ പോലെ തോന്നും. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഇതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ഇട്ട പോലെ തോന്നില്ല, പക്ഷെ ഒരു നല്ലൊരു ഗ്ലോയും അതുപോലെ ഒരു കളറും വന്ന പോലെ തോന്നും കേട്ടോ. കണ്ടോ, നിങ്ങൾക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ പൗഡർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക. നെക്കിലും കണ്ണിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്യട്ടെ. ഈ ഭാഗത്ത് കുറച്ച് കൂടി തോന്നുന്നു. കണ്ടുകൊണ്ടെടുക്കും ഇത് മുടിയിലൊക്കെ ആയി ഗൈസ്. ഇതൊരു ലൈറ്റ് കവറേജ് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ കൈവച്ച് ഇടുന്ന കാരണമാണ് ഇങ്ങനെ ടൈം എടുക്കുന്നത്. മോനുള്ള കാരണം മോനെല്ലാം കൊണ്ടേ കളഞ്ഞിട്ടുണ്ടാവേ. ഇത് സ്പഞ്ചൊക്കെ അവൻ കൊണ്ടേ കളഞ്ഞ്, ബ്യൂട്ടി ബ്ലെൻഡറും ഒക്കെ ബ്രഷും ഒക്കെ മുടിയിലായി. സാരി, ഫൗണ്ടേഷൻ വെച്ചിട്ട് പലരും ഹാക്ക് ചെയ്യുന്നുണ്ടല്ലോ, കളർ ചെയ്യില്ലേ. അപ്പോൾ അതെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടോ കൊണ്ടോ ഒരു നല്ലൊരു കളർ വന്ന പോലെ തോന്നിട്ടുള്ളത്.
പിന്നെ പെട്ടെന്ന് വിയർക്കും കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഈ കാലാവസ്ഥേൻ്റെയാണ് വിയർക്കുന്നത് ഞാൻ. അല്ലാതെ നമ്മൾ അങ്ങനെ വിയർക്കൊന്നുമില്ല. കണ്ടോ, പെട്ടെന്ന് വിയർക്കുന്ന പോലെ ഫീൽ ആവുന്നു. BB ക്രീം ഇട്ടുകൊണ്ടല്ല, ഈ നമ്മൾ എന്താ പറയുക കാലാവസ്ഥയ്ക്ക്. പിന്നെ ഞാനിടുന്നത് മറന്നുപോയി, ഇത് എന്താ പറയുക ഡാസിലറിൻ്റെ ലൂസ് പൗഡറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ പൗഡർ ആയാലിടാം. പക്ഷേ ഈ ഒരു ഡാസിലറിൻ്റെ ലൂസ് പൗഡറിന് വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. 135 രൂപയെ വരുന്നുള്ളൂ. ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ ഉപയോഗിച്ചോളൂ, നല്ലതാണ്. BB ക്രീമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഈ പൗഡർ ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് നല്ല. അല്ലെങ്കിൽ ക്യൂട്ടിക്യൂർ ഡാസിലറിൻ്റെ പൗഡറും സാധനങ്ങളൊക്കെ ഉണ്ട്, അത് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് നല്ലൊരു ഫിനിഷിൽ നമുക്ക് നിൽക്കും കേട്ടോ, നല്ല അടിപൊളിയാണ്. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്കൊന്നും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഈ ലിപ്സ്റ്റിക്ക് നോക്കി നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഞാൻ പഠിപ്പിക്കാൻ പോകുമ്പോൾ കുട്ടികളൊക്കെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട്, കാണാം ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ചുണ്ടിന് കുറച്ചും കൂടി നല്ലത് ലിപ് ബാമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഞാനും ലിപ്സ്റ്റിക്ക് ഏറ്റവും കൂടുതൽ ഇടുന്നൊരു വ്യക്തി തന്നെയാണ്. ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞൊരു രസം തന്നെയാണ് കാണാൻ. എങ്കിൽ നേരത്തെ കൂട്ടി നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ നമ്മൾ റേറ്റ് നമ്മൾ നോക്കി നോക്കി വാങ്ങണം ലിപ്സ്റ്റിക്ക്. നമ്മൾ കളർ കണ്ടിട്ട് കടയിൽ നിന്ന് പോയി എടുത്തിട്ടും കാര്യമില്ലല്ലോ. വേണമെങ്കിൽ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം ഉപയോഗിക്കാം കേട്ടോ, അടിപൊളിയാണ്. പിന്നെ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഐലൈനർ വെച്ച് കണ്ണെഴുതാം. കണ്ണൊക്കെ മറ്റേ കൺമഷിയൊക്കെ വെച്ച് എഴുതി കഴിഞ്ഞാൽ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഭൂതമായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ കൂടുതലും മസ്കാര മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. അയ്യോ, ഞാൻ ടീനേജർ അല്ലല്ലോ, മറന്നുപോയി. ഞാനിടുന്ന കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. എടോ നല്ല ഭംഗിയില്ലേ കേടാ, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഷസൊക്കെ കുറേ ഉണ്ടാവും. ഞാനൊക്കെ ഇച്ചിരി വയസ്സായതുകൊണ്ട് ഇപ്പോൾ ലാഷസൊക്കെ കുറഞ്ഞപ്പോൾ. അപ്പോൾ ഇത് മാത്രം ഇട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. കണ്ടോ, ഇത്ര ചെയ്ത് കഴിഞ്ഞ് പോകണ്ട, നല്ലൊരു ഗ്ലോ കിട്ടിയില്ലേ. കണ്ടോ, ഇത്രയും മതി. ഇത്ര രസമായിരിക്കും കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.